ഇതിനാണോ നീ കരയുന്നത്? എന്നിട്ട് പോടിയെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഭാര്യക്ക് ധൈര്യം കൊടുക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, മോളെ, ഇനി എങ്ങാനും അവർ കളിയാക്കാൻ വന്നാൽ നീ വിട്ടുകൊടുക്കണ്ട, നീ തിരിച്ചു പറഞ്ഞോ. ഇതിങ്ങനെ ചെണ്ടയാകണം എന്നില്ല. എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയായി നിന്ന് കൊടുക്കണമെന്നൊന്നും ദീനിലില്ല. ചില സമയത്ത് പ്രതികരിക്കേണ്ടത് പോസിറ്റീവായിട്ട് നല്ലക്ക് പ്രതികരിക്കേണ്ടി വരും. എല്ലായ്പ്പോഴും ക്ഷമ അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ കാലം ക്ഷമിച്ചിട്ടുണ്ട്. പിന്നീട് ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഹുനൈനൊക്കെ നടന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് പോരാട്ടം വേണ്ടി വരും. ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചൊന്ന് പറയേണ്ടി വരും ഒരു വാക്ക്. അങ്ങനെയൊക്കെ ഉണ്ട് ഇസ്ലാമിൽ. ഇത് മരിക്കോളം ക്ഷമിച്ച് ആത്മാഭിമാനം പണയപ്പെടുത്തണമെന്നൊന്നും നിയമമല്ല. ഭയങ്കരമായിട്ട് ഇടങ്ങേറാക്കുകയാണെങ്കിൽ തിരിച്ചു പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ്. അതങ്ങനെയാണ് അതിന്റെ മസല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ ബീവിനോട് പറയണം, മോളെ, ഇനി എങ്ങാനും ഒരു രണ്ടാളും കളിയാക്കാൻ വന്നാൽ നീ ഇങ്ങനെ വിട്ടുകൊടുക്കണ്ട, തിരിച്ചു പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നബിയെ, ഞാൻ എന്താ പറയേണ്ടത്? എനിക്കാരുമില്ലല്ലോ നബിയെ, എനിക്ക് അങ്ങ് മാത്രമാണുള്ളത് നബിയെ, ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ, നീ ഇനി അവർ വന്നാൽ പറഞ്ഞു, അബി ഹാറൂൻ, എന്റെ വാപ്പ ഹാറൂൻ നബിയാണ്, വസൗജി മുഹമ്മദ്, എന്റെ ഭർത്താവ് മുഹമ്മദ് നബിയാണ്, വഅമ്മി മൂസ, എന്റെ എളാപ്പ മൂസ നബിയാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞോന്ന്. എന്റെ വാപ്പ ഹാറൂൻ നബിയാണ്, എന്റെ എളാപ്പ മൂസ നബിയാണ്, എന്റെ ഭർത്താവ് മുഹമ്മദ് നബിയാണ് എന്ന് പറ. സഫിയ ബി പറഞ്ഞു, നബിയെ, ഞാൻ എങ്ങനെ പറയും? എന്റെ ഭർത്താവ് അങ്ങ് തന്നെ മുഹമ്മദ് നബി, ഓക്കെ, പക്ഷെ എന്റെ വാപ്പ ജൂതനല്ലേ, ഞാൻ എങ്ങനെ ഹാറൂൻ നബി എന്റെ വാപ്പയാണെന്ന് പറയാം? മൂസാ നബി എന്റെ വാപ്പാന്റെ സഹോദരനാണ് എന്നെങ്ങനെ ഞാൻ പറയും? എന്റെ വാപ്പ ജൂതനല്ലേ നബിയെ? മോളെ സഫിയ, നിന്റെ പിതാവ് ജൂതൻ തന്നെ, പക്ഷേ നിന്റെ വാപ്പയുടെ വാപ്പ അങ്ങനെ കുടുംബ പരമ്പര ചെല്ലുന്ന നിന്റെ വല്ലിപ്പ അത് മഹാനായ ഹാറൂൻ നബിയാണ്. ഹാറൂൻ നബിയുടെ സഹോദരൻ മൂസാ നബിയാണ്. നിന്റെ ഭർത്താവ് ഞാനല്ലയോ? ഇത് ആയിഷ ബീവിയോ ഹഫ്സ ബീവിയോ ഇനി കളിയാക്കാൻ വന്ന ഇതങ്ങ് പറ. അവരെക്കാൾ നല്ലത് ഞാനാണ്. എന്റെ വാപ്പ വല്ലിപ്പ നബിയാണ്, എന്റെ വല്ലിപ്പാന്റെ സഹോദരൻ നബിയാണ്, എന്റെ ഭർത്താവ് മുഹമ്മദ് നബിയാണ്. ഇതങ്ങോട്ട് പറ എന്ന് പറഞ്ഞു ആരെയും? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഫിയ ബീവിക്ക് സന്തോഷായി. നബി തങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് ചെന്നു. ആയിഷ ബീവിനോട് പറഞ്ഞു, മോളെ ആയിഷ, എന്ത് പണിയാണ് നിങ്ങളെ കാണിച്ചത്? എന്തിനാണ് ആ സഫിയ ബീവിനെ വേദനിപ്പിച്ചത്? അവർക്ക് ആരുമില്ല എന്ന് കരുതി. നബി തങ്ങൾ പറഞ്ഞ വാക്ക് അത്ഭുതമാണ്. ആരുമില്ല എന്ന് കരുതിയിട്ട് വേദനിപ്പിച്ചതാണോ? നാളെ പടച്ചവനുണ്ട് മോളെ. ആയിഷ, ഒന്ന് മാപ്പ് പറ മോളെ. നബിയെ, ഞങ്ങൾ തമാശയാക്കിയതാണ്. നബി തങ്ങൾ പറഞ്ഞു, തമാശയാകുന്നത് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുമ്പോഴാണ്. ഒരാൾക്ക് വേദനയാണോ, അത് തമാശയല്ല. ആയിഷ, പോയി പൊരുത്തപ്പെടിക്കണമെന്ന് പറഞ്ഞു. ബീവി കരഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിക്കാൻ ഓടുകയാണ്. ഹഫ്സ ബീവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഹഫ്സ, മോളെ, എന്ത് പണിയാ കാണിച്ചത്? പാവം സഫിയാനെ വേദനിപ്പിച്ചത്. ആരുമില്ലാന്ന് കരുതി കരയിപ്പിക്കുകയാണോ? അള്ളയുണ്ട് മോളെ എന്ന് പറയുകയും ബീവി കരഞ്ഞുകൊണ്ട് മാപ്പ് പറയാൻ ഓടുകയാണ്. നബി തങ്ങൾ പറഞ്ഞ വാക്ക് മഹാത്ഭുതമാണ്. ആരുമില്ല എന്ന് കരുതി ഒരു പാവം സഫിയാനെ നിങ്ങൾ കരയിപ്പിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ബീവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആയിഷ ബീവി ഉണ്ട് അവിടെ, ഹഫ്സ ബീവി ഉണ്ട് അവിടെ, സഫിയ ബീവി ഉണ്ട്. നബി തങ്ങൾ രണ്ട് കണ്ണും നിറച്ചു പറയാണ്, ആയിഷ, ഹഫ്സ, നിങ്ങൾക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ചോദിക്കാനും പറയാനും ആളുകളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്. ഈ പാവം പെണ്ണിന് ആളുകളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലാഹു ഉണ്ട് മോനെ, റബ്ബുണ്ട് മക്കളോ, റബ്ബുണ്ട് മോളെ ആയിഷ, അല്ലാഹു ഉണ്ട് മോളെ സഫിയ, അല്ലാഹുണ്ട് മോളെ ഹഫ്സ എന്ന് പറയും. ഹബീബ് ഭാര്യനെ ചേർത്ത് പിടിക്കുകയാണ്. ആരുമില്ല എന്ന് കരുതി തൊട്ടിക്കളിക്കാൻ പാടില്ല. ആരും ചോദിക്കാൻ പറയാറുമില്ല. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി, എന്ത് ചെയ്താലും എന്റെ കെട്ടിയോള് ഓടിപ്പോകൂല, എന്ത് വേദനിപ്പിച്ചാലും അവളൊന്നും ചെയ്യൂല, എന്ത് ഇടങ്ങേറാക്കിയാലും എനിക്കൊന്നും വരാനില്ല എന്ന് പറഞ്ഞ് ഇടങ്ങേറും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു പട്ടിയെ പോലും, ആ ഒരു 4 ജീവിയെ പോലും ആ സ്നേഹം പോലും കൊടുക്കാതെ വെറുതെ ചവിട്ടി മരിക്കുകയും ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടോ? ചോദിക്കാൻ വാപ്പയുണ്ടാകൂല. വാപ്പ മരിച്ചുപോയി, അല്ലെങ്കിൽ തളർന്നു കിടപ്പാട്, ഉമ്മയില്ല, ആങ്ങളയില്ല,
ആരുമില്ല എന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചൊരു പെണ്ണിന് സംരക്ഷണം കൊടുക്കുന്നതിന് പകരം മാനസിക വേദന സങ്കടം കൊടുത്താൽ വാപ്പമാരെ നാളെ പരലോകം കിട്ടുമെന്ന് കരുതണ്ട. നിസ്കാര ടൈമുണ്ട്, സുബ്ഹിന്റെ മുമ്പ് പള്ളിയിലുണ്ട്, വിക്രണ്ട് സ്വലാത്തിന്റെ തസ്ബീഹുണ്ട്, റമദാനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കല്യാണം കഴിച്ചവളോട് മോശം പെരുമാറ്റം. ഹബീബ് വഫാത്തിന്റെ സമയത്ത് പറഞ്ഞത് അല്ലാഹ് അല്ലാഹ് അല്ലാഹു തന്നെയാണ് സത്യം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സംരക്ഷിക്കണേ, അവരെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ. ഹബീബിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരുന്നു. യാ റസൂലല്ലാഹ് നബിയേ, എന്റെ ഭർത്താവ് നിസ്കാരവും നോമ്പും ഉഷാറാണ്, പകൽ മുഴുവനും നോമ്പാണ്, രാത്രി നിസ്കാരമാണ്, എന്നോട് ഒരു കടമയും നിർവഹിക്കുന്നില്ല. നബി തങ്ങൾ ആ പെണ്ണിനെ സമാധാനിപ്പിച്ചു മടക്കി വിട്ടു. നേരെ മദീനത്തെ പള്ളിയിൽ ചെന്ന് ആ സ്വഹാബി വിളിച്ചു പറഞ്ഞു, മോനെ നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട് നബിയെ, കല്യാണം കഴിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, എന്നിട്ടാണോ ഫുൾ ടൈം ഇവിടെ വന്നിരിക്കുന്നത്? നിന്നോട് അലൈക ഹഖ്ഖുൻ, നിന്നോട് ബാധ്യതയുണ്ട്, അല്ലാഹുവിനോട് ബാധ്യതയുണ്ട്, റസൂലിനോട് ബാധ്യതയുണ്ട്. അതുപോലെ നീ ആരെയാണോ കല്യാണം കഴിച്ചത് അവരോട് കടമയുണ്ട്, അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരുടെ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു മദീനത്തെ പള്ളിയിൽ നീ ഇറക്കി വിടുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാതെ ഭാര്യയല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ, അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, നീ ഇവിടെ നിന്ന് ഖുർആൻ ഓതി ഇരുന്നോന്നല്ല. മോനെ ഇവിടെ ഇരുന്നിട്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടണോ? നിന്റെ ഭാര്യക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കൂ. അവളോടുള്ള നിർബന്ധമായ കടപ്പാടുകൾ ചെയ്യാതെ മദീനത്തെ പള്ളിയിൽ വന്ന് ഇത്തികാഫ് ചെയ്തതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയെ പറ്റിയായി പറയുന്നത്, മദീനത്തെ പള്ളി ഒരു നിസ്കാരത്തിന് 10,000 കൂലിയുള്ള മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു മദീന പള്ളിയിൽ നിന്ന് ഇറക്കി വിടുകയാണ്. മോനെ നിന്റെ ഭാര്യനോടുള്ള കടപ്പാടുകൾ ചെയ്യ്, എന്നിട്ടേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് വാപ്പമാരെ നമുക്ക് പാഠമാണ്. പരിശുദ്ധ റമദാനാണ് ഈ കടന്നു വരാൻ പോകുന്നത്. ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ പോവുകയാണ്. സ്കാരമുണ്ട്, തറാവീഹുണ്ട്, എല്ലാമുണ്ട്. നമ്മൾ ഒരുപാട് സമയം വീട്ടിലുള്ള സമയമാണ്. അവനവന്റെ പാർട്ട്ണറോട്, അവനവന്റെ ഭാര്യമാരോട് നല്ല നിലയിൽ ഏറ്റവും മനോഹരമായ പെരുമാറ്റമാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചത്. അല്ലാതെ ശാപത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ല, അല്ലാതെ വയറ് ചാടി നിറം കോലമില്ല, അല്ലാത്ത ഭംഗിയില്ല, ഒന്നുമില്ല എന്നല്ല പറയുന്നത്. സുബ്ഹാനല്ലാഹ്, 40 പെണ്ണിന്റെ കൂടെ 25 ജീവിതം, 50 വയസ്സ് വരെയുള്ള ജീവിതം വളരെ വളരെ മനോഹരമായിരുന്നു. അവിടെ വയറിന്റെ പ്രശ്നം പറഞ്ഞിട്ടില്ല, അവിടെ ശരീരത്തിന്റെ ഷേപ്പ് നോക്കിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി അവിഹിതത്തിലേക്ക് പോകുമ്പോ, 20 കൊല്ലമായി അന്യ പെണ്ണിന്റെ പിന്നാലെ പോകുമ്പോ ആലോചിക്കണം. വീട്ടിൽ 4 മക്കളുണ്ട്, 5 മക്കളുണ്ട്. ഈ മക്കളെ ഡൗൺലോഡ് ചെയ്തെടുത്തതല്ല, സ്വന്തം ഭാര്യ കഷ്ടപ്പെട്ട് പ്രസവിച്ചതാണ്. സ്വന്തം പെണ്ണിന്റെ വയറ് ചാടുന്നത് കണ്ട് നിന്റെ വയറ് കാണാൻ പൊറാട്ട മാവ് പോലെ, നിന്റെ ശരീരത്തിന് ഭംഗിയില്ല, മുഖം ചുക്കിച്ചുളിഞ്ഞു പോയി, പഴയ ആരോഗ്യമില്ല, ഒന്നിനും പറ്റൂല, പഴയ രസമില്ല, സുഖമില്ല, ആനന്ദമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സാധു പെണ്ണിനെ വേദനിപ്പിച്ച് അടുത്ത അവിഹിതത്തിലേക്ക്, തിന്മയിലേക്ക് പോകുമ്പോ വാപ്പമാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭാര്യ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി അവളെ വയറിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, അന്ന് പൊറാട്ടമാവ് പോലെയുള്ള വയറായിരുന്നില്ല. നമ്മുടെ സ്വപ്നമായ 1, 2, 3, 4 മക്കള് അവൾ വയറ്റിന്റെ ഉള്ളിൽ 8 മാസം 9 മാസം കഷ്ടപ്പെട്ടുകൊണ്ട് നടന്നിട്ടാണ് പ്രസവിച്ചത്. അല്ലാതെ ഡൗൺലോഡ് ചെയ്തെടുത്തതല്ല, ഓഫീസിൽ നിന്ന് എഴുതി വാങ്ങിയതല്ല, പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അലമാരയിൽ നിന്ന് മേടിച്ച് മാന്തിയെടുത്തതല്ല. നമ്മുടെ ഭാര്യ പ്രസവിച്ചിട്ടതാണ്. അതുകൊണ്ടാണ് ഭാര്യന്റെ വയറ് ചാടിയത്. നമ്മുടെ മക്കൾക്ക് മുലപ്പാല് കൊടുത്തു, അതിനുശേഷമാണ് അവളുടെ ഷേപ്പ് മാറിയത്. അല്ലാതെ കല്യാണം കഴിഞ്ഞ് ആദ്യ മാസം 2ാമത്തെ മാസം കിട്ടുന്ന ആനന്ദവും സുഖവും ലോകത്തൊരു ഭർത്താവിനും കിട്ടൂല. ഒരു പ്രസവം കഴിഞ്ഞാൽ ചിലത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അവിടെ സ്നേഹവും കരുണയും ഉണ്ടാകണം. അല്ലാതെ കാലാകാലം ശാരീരിക സുഖം മാത്രമാണ് കല്യാണം എന്ന് കരുതി, അതാണ് പെണ്ണ് എന്ന് കരുതി സ്വന്തം ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു മോശം ഭർത്താക്കന്മാരായി മാറാൻ പാടുള്ളതല്ല. അവസാനിപ്പിക്കുകയാണ് വാപ്പമാര്. ഇതിന്റെ പേരിൽ കരയുന്ന ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ട്. 1, 2, 3, 100 ഇവിടെയാണ് അണ്ടർസ്റ്റാൻഡിങ്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പടച്ചവനെ, 10 കൊല്ലായി ഓളെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ 3 കുട്ടികളെയാണ് എനിക്ക് തന്നത്. 3 കുട്ടികളെയും ഞാൻ ഓഫീസിൽ നിന്ന് മാന്തിയെടുത്തതല്ല, പൊട്ടി വീണതല്ല, കട്ടിലിന്റെ ചോട്ടെന്ന് വാരിയെടുത്തതല്ല. എന്റെ ഭാര്യന്റെ വയറ്റിൽ കൊണ്ട് നടന്നതാണ്. ഒരു കുഞ്ഞിനെ കൊണ്ട് നടന്നപ്പോഴാണ് എന്റെ ഭാര്യന്റെ വയറിന്റെ ഭംഗി മാറിയത്, അവളുടെ ഷേപ്പ് മാറിയത്, ശരീരത്തിന്റെ കോലം കെട്ടത്, പണ്ട് കണ്ട സുഖമോ ആനന്ദമോ കിട്ടാത്തത് എന്റെ മക്കളെ വയറ്റിൽ കൊണ്ട് നടന്നു. ചിലതെല്ലാം കുത്തിക്കീറിയാണ് അടുത്തത്. സിസേറിയൻ, എന്റെ ഭാര്യക്ക് സിസേറിയനാണ് എന്ന് ചിന്തിക്കുന്നവർ എന്നുള്ളവർ എന്റെ മക്കളെ സിസേറിയൻ ചെയ്തെടുത്താർ. വയറ് കുത്തിക്കീറിയാണ് എന്റെ സ്വപ്നമായ മക്കളെ പുറത്തെടുത്തത്. വയറിന്റെ
സ്ട്രെച്ച് മാർക്ക് കാണുമ്പോ, ശരീരം മുടിഞ്ഞു തൂങ്ങിയത് കാണുമ്പോ, സുബ്ഹാനല്ലാഹ് ശരീരത്തിന്റെ ഷേപ്പ് മാറിയത് കാണുമ്പോ അവിടെ സ്നേഹം പൂത്തുലയുകയാണ് വേണ്ടത്. എന്റെ കുട്ടിക്ക് വേണ്ടി കടിച്ച കഠിനാധ്വാനം, എന്റെ കുഞ്ഞിന് വേണ്ടി ചെയ്ത ത്യാഗമാണ് എന്റെ ഭാര്യയുടെ ശരീരം. അതുകൊണ്ട് രണ്ടാമത്തെ അവിഹിതത്തിലേക്ക് പോകുന്നില്ല, ഹറാമായ വ്യഭിചാരത്തിലേക്ക് പോകുന്നില്ല. എല്ലാ ദിവസവും വേദനത്തിന് വാക്ക് കൊടുക്കാതെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കണേ. അപ്പോഴാണ് നല്ല ഭർത്താവായി മാറുന്നത്. എത്ര വലിയ സേവനങ്ങളാ ചെയ്തു തന്നത്. മക്കളെ പ്രസവിച്ചത് മാത്രമോ, ഭക്ഷണം ഉണ്ടാക്കി തന്നത്. നേരത്തെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ എത്ര സുഭിക്ഷമായ ഭക്ഷണമാണ് ഒരുക്കിയത്. നല്ല കൈപുണ്യമുള്ള നല്ല ഭക്ഷണം, ടേസ്റ്റുള്ള ഭക്ഷണം. നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ്. ഇതുണ്ടാക്കി തന്നത് നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ടവര്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കളെ പൊന്നുപോലെ പോറ്റിയവര്, മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചത്. രാവിലെ നമ്മുടെ വീട്ടിൽ റമദാനാവരുന്നത് നമ്മൾ 4:30 മണിക്ക് സുബ്ഹാനല്ലാഹ് ബാങ്കിന്റെ മുമ്പ് 5 മണിക്കാണ് ബാങ്കെങ്കിൽ 4:25 നമ്മൾ എഴുന്നേറ്റ് പള്ളി നമ്മുടെ വീട്ടിന്റെ ഡൈനിങ് ഹാളിലേക്ക്, കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അതിനും 1 മണിക്കൂറോ അരമണിക്കൂറോ മുന്നേ നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യയും എഴുന്നേറ്റിട്ടുണ്ട്. അതെന്തേ നമ്മൾ മനസ്സിലാക്കാത്തത്? ഇങ്ങനെ ജീവിതത്തിലുടനീളം കഠിനാധ്വാനം, കഷ്ടപ്പാട്. പെണ്ണുങ്ങൾക്ക് വീട്ടിൽ ഒരു പണിയില്ല എന്നൊന്നും കരുതണ്ട. രാവിലെ തുടങ്ങുന്ന പണിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ ഡ്രസ്സ് അലക്കണം, വീട് വൃത്തിയാക്കണം, മക്കളെ നോക്കണം. ഓരോന്ന് വിശ്രമമില്ല, റെസ്റ്റില്ല. ഇങ്ങനെ നമുക്ക് വേണ്ടിയുള്ള ഒരു യന്ത്രം കണക്കെ സാലറി കൊടുക്കുന്നുണ്ടോ, വേലക്കാരിയുടെ ശമ്പളമാക്കുന്നുണ്ടോ? ഒന്നുമില്ല. എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു പെണ്ണിന് എന്തിനാണ് വാപ്പമാരെ കറുത്തവളെന്ന് വിളിക്കുന്നത്? എന്തിനാണ് ഷേപ്പ് നഷ്ടപ്പെട്ടവരെന്ന് വിളിക്കുന്നത്? എന്തിനാണ് സ്വർണ്ണാഭരണമില്ല, സ്വത്തില്ല, പൊന്നില്ല, ഒന്നുമില്ല, നിന്നെ കാണാൻ കോലല്ല, ഈ മാതിരി വാക്ക് പറഞ്ഞിട്ട് ഒരു പാവ പെണ്ണിനോട് വേദനിപ്പിക്കുന്ന വാക്ക് പറയുമ്പോ ആലോചിക്കണം. ഒരു വാപ്പന്റെ അപ്പന്റെ മോളെയാ ഞാൻ കെട്ടിയത്, എന്റെ മക്കളുടെ ഉമ്മയാണ്. അവർ പോറ്റുന്നത് എന്റെ ഉമ്മാക്കും വാപ്പാക്കും പോലും വെള്ളം ചൂടാക്കി കൊടുക്കുന്നത് എന്റെ ഭാര്യയാണ്. ഈ ബോധമുള്ള ഈമാനുള്ള നല്ല ഭർത്താക്കന്മാരായി പരിശുദ്ധ റമദാനിന്റെ മുമ്പെങ്കിലും നമ്മൾ ഒരുങ്ങണം. അല്ലാതെ നാളെ പരലോകം നമുക്ക് നഷ്ടമാകുമെന്നാണ് ഉമർ ഖത്താബ് തങ്ങളൊക്കെ ഗൗരവത്തോടെ പറഞ്ഞു. ഒരുപാട് ഭർത്താക്കന്മാര് സ്വർഗം നഷ്ടപ്പെടാൻ കാരണം അവരവരുടെ ഭാര്യമാരെ വേദനിപ്പിച്ചതാണ്. അവർ നിസ്കരിച്ചിട്ടില്ല, എല്ലാം ഉണ്ടവർക്ക്. പക്ഷേ അവരുടെ ഭാര്യമാരെ ഇടങ്ങേറാക്കിയ ഭർത്താക്കന്മാരാണ്. ആ കാരണം കൊണ്ട് നാളെ സ്വർഗം നഷ്ടമായ ധാരാളം ഭർത്താക്കന്മാര് നാളെ പരലോകത്ത് വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മുടെ വിചാരം കെട്ടിയോട് എന്ത് ചെയ്താലും കുറ്റമില്ല എന്നാണ്. അങ്ങനെയല്ല. വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യം എന്റെ വാപ്പമാര് മനസ്സിലാക്കി ഒരു പുനർവിചിന്തനം നമുക്കുണ്ടാകണം. ഇത് കൊയിലാണ്ടിയുടെ പരിസരമാണ്. ഇതിന്റെ തൊട്ട് പരിസരത്ത് ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ വാങ്ങിന് വന്നിട്ടുണ്ട്. മുമ്പ് ഒരാളെന്നോട് വേദനയോടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാള്, ആ ആള് കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. ഉസ്താദേ, നിങ്ങളൊന്ന് അവിടെ വീട്ടിലേക്ക് വരുമോ?